പറഞ്ഞ വാചകങ്ങൾ തെറ്റല്ല, അത് തെറ്റായി ധരിക്കുകയാണ് എന്നതായിരുന്നു വാദം. താൻ പോസിറ്റീവായി നടത്തിയ പ്രയോഗം കുറേ പേർ ചേർന്ന് ദ്വയാർത്ഥ പ്രയോഗമാക്കി എന്ന വാദമാണ് ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് വെച്ചത്. അല്ലാതെ തൻ്റേത് ദ്വയാർത്ഥ പ്രയോഗമാണ് എന്ന് അയാൾ സമ്മതിച്ചിട്ടേയില്ല. ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ കയറ്റുമ്പോഴും ഈ വാചകമാണ് മാധ്യമങ്ങളോട് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചത്. ആ വാചകങ്ങൾ ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ചിരിച്ച മുഖത്തോടുകൂടി മാധ്യമങ്ങളോട് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ മാധ്യമങ്ങളോട് ബോബി പറഞ്ഞതൊന്നുകൂടെ കേൾക്കാം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ അകത്തേക്ക് പോലീസ് സംഘം കയറ്റിക്കൊണ്ടുപോയി വലിയ മാധ്യമപ്പട തന്നെ അവിടെ നിലയുറപ്പിച്ചിരുന്നു. അർജുൻ മട്ടന്നൂരുമുണ്ട്. അർജുൻ, അവിടെ നിന്ന് നോക്കിയാൽ അകത്ത് പോലീസ് നടപടികൾ കാണാൻ സാധിക്കുന്നുണ്ടോ? അറസ്റ്റ് രേഖപ്പെടുത്തൽ പുരോഗമിക്കുകയാണോ? സ്മൃതി, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കും. മിക്കവാറും നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത വിരളമാണ്. എന്തായാലും മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായിരിക്കും ഇന്ന് ഹാജരാക്കുകയാണെങ്കിൽ ഹാജരാക്കേണ്ടത്. എന്തായാലും ഇന്ന് അത്തരമൊരു സാധ്യത നിലവിൽ കാണുന്നില്ല. എന്തായാലും നാളെ ഇത് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകരും ജാമ്യാപേക്ഷയുമായി മജിസ്ട്രേറ്റ് മുമ്പിൽ എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും അതിനുശേഷം മജിസ്ട്രേറ്റിൻ്റെ തീരുമാനമായിരിക്കും ഈ കേസിൽ ഏറെ നിർണായകമാവുക. എന്തായാലും ഈ പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ കേസെടുക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് അതോടൊപ്പം തന്നെ ഹണി റോസിൻ്റെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസിൽ ഏറെ നിർണായകമായത് പോലീസിൻ്റെ നടപടിക്രമങ്ങളാണ്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം ഹണി റോസുമായി സംസാരിച്ച് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു പരാതിയിലേക്ക് പോകാൻ ഹണി റോസ് ആലോചിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കൂടുതൽ ആളുകളുടെ പിന്തുണ വരുന്നു. അത്തരത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി കണ്ണൂർ ആലക്കോട് നടന്ന ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന വേദിയിൽ വെച്ച് ഇത്തരത്തിൽ അശ്ലീല ചൊവ്വയോടെ സംസാരിക്കുക, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക, അത്തരം ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുക, അത്തരത്തിലുള്ള സ്പർശനം നടത്തുക, അത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെതിരെ പിന്നീട് ആ സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ ഹണി റോസ് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ മാനേജറോടക്കം ഇക്കാര്യം സംസാരിക്കുകയും ഇതിൽ തൻ്റെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഖേദം രേഖപ്പെടുത്താനോ അതിൽ ക്ഷമാപണം നടത്താനോ അന്ന് ബോബി ചെമ്മണ്ണൂർ തയ്യാറായില്ല. മാത്രവുമല്ല, അതിനുശേഷം നിരവധി അഭിമുഖങ്ങളിൽ യൂട്യൂബ് ചാനലുകൾക്കടക്കം നടത്തിയ അഭിമുഖങ്ങളിലൊക്കെ തന്നെ ഈ പരാമർശം ആവർത്തിക്കുകയും അത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുശേഷം ഈ സൈബർ ഇടങ്ങളിലടക്കം വലിയ തോതിലുള്ള അധിക്ഷേപം ഹണി റോസ് നേരിടേണ്ടിയും വന്നു. ഇതിൻ്റെ ഒരു തുടർച്ചയായാണ് പിന്നീട് ഇത് നിയമപോരാട്ടത്തിലേക്ക് കടക്കുന്നത്. ഇത്തരത്തിൽ ഒരു പരാതിയിലേക്ക് ഹണി റോസ് കടക്കുന്നത്. അതിന് പോലീസ് എല്ലാവിധ ഇത്തരത്തിൽ സഹകരണവും പോലീസും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ കേസെടുത്തു. അതിന് തൊട്ടു പിന്നാലെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസും കടക്കുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. സാധാരണ രീതിയിൽ ഇത്തരത്തിൽ കേസെടുത്താൽ തന്നെ സ്വാഭാവികമായും ഈ പ്രതിപട്ടികയിലുള്ള ആളുകൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുകയാണ് ചെയ്യാറ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ബോബി ചെമ്മണ്ണൂരിന് നൽകാതെ അതിന് മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തായാലും പോലീസിൻ്റെ നടപടിക്രമങ്ങളാണ്. സ്വാഭാവികമായും ഇനി ബോബി ചെമ്മണ്ണൂരിൻ്റെ ചോദ്യം ചെയ്യും. അതിനുശേഷം അറസ്റ്റ് നടപടിയിലേക്ക് കടക്കും, അറസ്റ്റ് രേഖപ്പെടുത്തും. ഇന്ന് തന്നെ ഒരു പക്ഷേ അല്ലെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി ഹണി റോസ് എന്ന് പറയുന്ന നടിയുടെ പരാതിയിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. സ്മൃതി, ഇത് വലിയ ആശ്വാസം എന്നാണ് ഹണി റോസ് നേരത്തെ പ്രതികരിച്ചത്. പണത്തിൻ്റെ ഹുങ്കായും വെല്ലുവിളിയായും മാത്രം കാണുന്ന ബോബി ചെമ്മണ്ണൂരുള്ള പാഠമായി കാണുന്നു. എല്ലാത്തിനും ഒരു അവസാനം വേണം എന്നാണ് നേരത്തെ ഈ വിഷയത്തിൽ ഹണി റോസ് പ്രതികരിച്ചിരുന്നത്.